ഡിഗ്രി ലെവൽ എക്സാമുകളിൽ കമ്പനി ബോർഡ് അസിസ്റ്റന്റ് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ നിയമനം നടക്കുന്ന ഒരു പരീക്ഷയാണ് യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ്. പെൻഷൻ ഉണ്ട് എന്നുള്ളതാണ് ഈ ജോലിയുടെ ഏറ്റവും വലിയൊരു അട്രാക്റ്റീവ്നെസ്. കമ്പനി ബോർഡ് അസിസ്റ്റന്റിൽ നിന്നും യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് എക്സാമിനെ വ്യത്യസ്തമാക്കുന്നതും ഈ ഒരു ക്രൈറ്റീരിയ ആണ്. ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യുന്നതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും നമ്മൾക്ക് ആദ്യം നിയമനം ലഭിക്കുക. ഇനി ഇവിടുത്തെ ട്രാൻസ്ഫറിന്റെ കാര്യം കുറച്ച് വ്യത്യസ്തമാണ്. ഇന്റർ യൂണിവേഴ്സിറ്റി ട്രാൻസ്ഫർ അല്ലെങ്കിൽ മ്യൂച്വൽ ട്രാൻസ്ഫറുകൾ ഇവിടെ പോസിബിൾ ആണ്. അതായത് കണ്ണൂരിൽ ജോലി ചെയ്യുന്ന ഒരു വ്യക്തിക്ക് തിരുവനന്തപുരത്തേക്ക് വരണം, അതേസമയം തിരുവനന്തപുരത്ത് ജോലി ചെയ്യുന്ന ഒരു വ്യക്തിക്ക് കണ്ണൂർ പോകണം എന്നുണ്ടെങ്കിൽ അവർക്ക് പരസ്പരം ട്രാൻസ്ഫറിന് അപേക്ഷിക്കാം. പക്ഷേ നേരിട്ടുള്ള ട്രാൻസ്ഫറുകൾക്ക് ചില പരിമിതികളുണ്ട് എന്നുള്ള കാര്യം നമ്മൾ മറക്കാൻ പാടില്ല. ശമ്പളം പോലെ തന്നെ ആകർഷകമായിട്ടുള്ള ഒരു കാര്യമാണ് ഇതിന്റെ പ്രൊമോഷൻ സാധ്യതകൾ. ഒരു അസിസ്റ്റന്റായി ജോലിയിൽ പ്രവേശിക്കുന്ന ഉദ്യോഗാർത്ഥിക്ക് സീനിയർ ഗ്രേഡ് അസിസ്റ്റന്റ്, അസിസ്റ്റന്റ് സെക്ഷൻ ഓഫീസർ, അത് കഴിഞ്ഞ് സെക്ഷൻ ഓഫീസർ, അസിസ്റ്റന്റ് രജിസ്ട്രാർ, ഡെപ്യൂട്ടി രജിസ്ട്രാർ, ഏറ്റവും ഒടുവിൽ ജോയിന്റ് രജിസ്ട്രാറായി റിട്ടയർ ആവാനുള്ള ഒരു സാധ്യതയാണ് നിങ്ങൾക്ക് മുന്നിൽ തുറന്നു കിട്ടുന്നത്. നല്ലൊരു സർവീസ് പീരീഡ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉയർന്ന തസ്തികകളിലെത്തി വിരമിക്കാൻ സാധിക്കും.